ഏത് രോഗമാണെങ്കിലും എത്ര വലിയ അസുഖങ്ങളാണെങ്കിലും അള്ളാഹുവിനോടുള്ള ദുആ ആണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രതീക്ഷ. അള്ളാഹുവാണ് രോഗം നൽകുന്നത്, അള്ളാഹുവാണ് ശിഫ നൽകുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒക്കെ പറഞ്ഞതുപോലെ ഫഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത് ഫഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ എനിക്ക് ശിഫ നൽകുന്നത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അള്ളാഹുവിനുള്ള പ്രതീക്ഷ നമ്മൾക്കുണ്ടാവണം. അള്ളാഹുവാണ് രോഗം നൽകുന്നത്, അള്ളാഹുവാണ് ശിഫ നൽകുന്നത്. ആ അള്ളാഹു ചോദിച്ചാൽ ശിഫ തരാത്ത അസുഖങ്ങളില്ല എന്ന ബോധം പ്രിയപ്പെട്ടവരെ നമ്മൾക്കുണ്ടാവണം. എത്ര വലിയ അസുഖങ്ങളാണെങ്കിലും ഡോക്ടർമാര് പോലും കൈയൊഴിഞ്ഞാലും അള്ളാഹുവിനിക്ക് ശിഫ തരുമെന്നുള്ള പ്രതീക്ഷ നമ്മൾക്കുണ്ടാവണം. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തത് ഓർമ്മയുണ്ടല്ലോ. വഅയ്യൂബ ഇദ് നാജാ റബ്ബഹു അന്നീ മസ്സനിയൽ-ളുർറു വഅൻത അർഹമുർ റഹീമീൻ. അല്ലാഹുവേ, നീ കാരുണ്യവാനാണല്ലോ, ഞാനാണെങ്കിൽ ഒരൽപ്പം പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഫസ്തജബ്നാ ലഹു ഫകശഫ്നാ ബിഹി മിൻ ളുദ്ദിൻ വആതൈനാഹു അഹ്ലഹു വമിസ്ലഹും മഅഹും. അങ്ങനെ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ച് ഉടനെ തന്നെ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല ശിഫ നൽകിയത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. അതുകൊണ്ട് തദാവു ഇബാദല്ലാഹ്, രോഗം വന്നാൽ ഉടനെ ചികിത്സിക്കണമെന്നാ പറഞ്ഞത്. ഫഇന്നല്ലാഹ സുബ്ഹാനഹു ലം യളഅ ദാഅൻ ഇല്ലാ വളിഅ മഅഹു ശിഫാ. ഏതെങ്കിലും രോഗം അല്ലാഹു ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ ആ രോഗത്തിനുള്ള ചികിത്സയും അല്ലാഹു പറഞ്ഞയച്ചിട്ടുണ്ട്. ഇവിടെ ഒരു രോഗമുണ്ടെങ്കിൽ ആ രോഗത്തിനുള്ള ശിഫയും ഭൂമിയിലുണ്ട്. പക്ഷെ നമ്മളത് കണ്ടെത്തിയിട്ടില്ല എന്ന് മാത്രം. ഡോക്ടർമാർ പറയില്ലേ, ഈ രോഗത്തിന്റെ പേരറിയില്ല, ഇതിന്റെ മരുന്നില്ല. രോഗം ഇവിടെ ഉണ്ടെങ്കിൽ ആ രോഗത്തിനുള്ള മരുന്നും ഭൂമിയിലുണ്ട്, നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. എത്ര കാലായി ക്യാൻസർ നമ്മെ കാർന്ന് തിന്നാൻ തുടങ്ങിയിട്ട് ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചോ? എത്ര കാലായി കിഡ്നി രോഗികൾ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്, മരുന്ന് കണ്ടുപിടിച്ചോ? കണ്ടുപിടിക്കൂല. ഇതൊക്കെ ഒരു ബിസിനസ് മെന്റാലിറ്റിയാ. പനിക്ക് വേഗം മരുന്നുണ്ടാവും. കാരണം എന്താ? പനി ഇപ്പോൾ ഒരാഴ്ച കിടന്നാൽ ചിലപ്പോൾ ഷിഫയാകും. അവന് ഹോസ്പിറ്റലിൽ പോയാലും പോയില്ലേലും. എന്നാൽ കിഡ്നി രോഗം അങ്ങനെയല്ല, മരിക്കുവോളം ഹോസ്പിറ്റലിൽ പോകണം, മരിക്കുവോളം ഹോസ്പിറ്റലിൽ പോകണം. അതാണ് കിഡ്നി രോഗം. 19 വയസ്സുള്ള ഒരു പെൺകുട്ടി കിഡ്നി രോഗിയായി കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ തൊട്ടടുത്തുള്ള CH സെന്ററിൽ കിടപ്പുണ്ട്. ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്നൊരു പെൺകുട്ടിയാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. ട്രാൻസ്പ്ലാന്റേഷൻ പോലും സാധിക്കാതെ അതിന് സൂട്ടബിൾ ആയിട്ടുള്ള കിഡ്നി കിട്ടുന്നില്ല, അല്ലെങ്കിൽ കിഡ്നി കിട്ടിയാൽ ശരീരം അതിനെ സ്വീകരിക്കുന്നില്ല. എന്താ പ്രതിവിധി? ദുആ മാത്രം, വേറൊന്നുമില്ല. മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. മരുന്ന് കണ്ടുപിടിച്ചാലേ പ്രിയപ്പെട്ടവരെ ആ കുട്ടിക്ക് ഹോസ്പിറ്റലിൽ നിന്ന്, ഡയാലിസിസ് സെന്ററിൽ നിന്ന് രോഗശമനം ലഭിച്ച ആരോഗ്യത്തോടെ വീട്ടിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ അതിനുള്ള മരുന്ന് കണ്ടുപിടിക്കണം. മരുന്ന് കണ്ടുപിടിക്കാത്ത കാലത്തോളം 90 വയസ്സ് വരെ ജീവിച്ചാലും ദിവസവും ഡയാലിസിസ്, ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് സെന്ററിൽ പോയി ശരീരത്തിന്റെ മുഴുവൻ രക്തവും മെഷീനിലേക്ക് മാറ്റി 4 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രവർത്തനം കാരണം ശരീരത്തിന്റെ രക്തം ശുദ്ധീകരിച്ച് തിരിച്ച് ശരീരത്തിലേക്ക് തന്നെ തിരിച്ചു കയറ്റണം. 4 മണിക്കൂറാണ് ഇതിന് വേണ്ടത്. ആഴ്ചയിൽ 3 തവണ പോകണം ഡയാലിസിസ് സെന്ററിൽ. 90 വയസ്സ് വരെ. ഒരാൾ 100 വയസ്സ് വരെ ജീവിച്ചാൽ 100 വയസ്സ് വരെ പോകണം. കാരണം എന്തേ? കിഡ്നി രോഗികൾക്ക് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. കിഡ്നി മാറ്റിവെക്കുക എന്നുള്ളതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. കുറ്റിപ്പുറം ഭാഗത്തൊരു വഅദിന് പോയപ്പോ അവിടെയുണ്ട് ഒരാള്, മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ വളരെ അടുത്ത ഒരാള്. അയാള് കിഡ്നി പേഷ്യന്റ് ആണ്. കിഡ്നി മാറ്റിവെക്കാൻ ഡോക്ടർമാര് പറഞ്ഞു, അനുയോജ്യമായ കിഡ്നി കിട്ടുന്നില്ല. അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ പോയി ഭാര്യ, സ്വന്തം ഭാര്യ തന്റെ കിഡ്നി നൽകാൻ തയ്യാറായി. പക്ഷേ ആ കിഡ്നി ഇയാളുടെ ശരീരത്തിലേക്ക് മാച്ചാവുന്നില്ല, യോജിക്കുന്നില്ല. എന്താ ചെയ്യാ? ഭാര്യയോട് ചോദിച്ചു. ആര്? ഡോക്ടർ ചോദിച്ചു, നിങ്ങളുടെ കിഡ്നി ഏറ്റവും സ്യൂട്ടബിൾ ആയ ഒരു കുട്ടി ഇവിടെയുണ്ട്, ആ കുട്ടിക്ക് കൊടുത്തോട്ടെ. നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളുടെ കിഡ്നി മാച്ച് ആവുന്നില്ല, എന്നാൽ നിങ്ങൾ ഏതായാലും
ഓപ്പറേഷൻ ചെയ്ത് കിഡ്നി കൊടുക്കാൻ തയ്യാറായതല്ലേ. ഇതേ ഹോസ്പിറ്റലിൽ ഒരു കുട്ടിയുണ്ട്, കിഡ്നി മാറ്റിവെക്കാമെന്നൊരു കുട്ടി. ആ കുട്ടിക്ക് നിങ്ങളുടെ കിഡ്നിയുമായി നല്ല ചേർച്ചയുണ്ട്, അത് മാറ്റിവെച്ചോട്ടെ. പെണ്ണുങ്ങൾ പറഞ്ഞു, ഏതായാലും കിഡ്നി മാറ്റിവെക്കാൻ ഞാൻ തീരുമാനിച്ചതല്ലേ, കുഴപ്പമില്ല, എന്റെ കിഡ്നി ആ കുട്ടിക്ക് വെച്ചോളൂ. ഭർത്താവിടെ കിഡ്നിക്ക് വേണ്ടി കാത്തിരിക്കാൻ. അങ്ങനെ ഡോക്ടർമാർ ആ കുട്ടിയുടെ കുടുംബത്തെ ബന്ധപ്പെട്ടു. ഈ ഭാര്യയുടെ കിഡ്നി ഈ പിഞ്ചു പൈതലിന് കുഞ്ഞിന് വെക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ആ കുഞ്ഞിന്റെ കുടുംബത്തിൽ ഈ ഭർത്താവിന് സ്യൂട്ടബിളായ അനുയോജ്യമായ കിഡ്നി എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചത്. അങ്ങനെയാണ് ആ കുട്ടിയുടെ മാതാവിന്റെ കിഡ്നി ഈ പെണ്ണിന്റെ ഭർത്താവിന്റെ കിഡ്നിയുമായി ചേർന്ന് വരുന്നത്. ഉടനെ തന്നെ 4 ഓപ്പറേഷനാണ് ഒരേ സമയം ആ ഹോസ്പിറ്റലിൽ നടന്നത്. 4 ഓപ്പറേഷൻ, 4 സർജറി. ഭാര്യയുടെ കിഡ്നി എടുക്കുന്നു, കുട്ടിയുടെ ഹൃദയം കീറുന്നു, എന്നിട്ട് അവിടെ വെക്കുന്നു. ആ കുട്ടിയുടെ ഉമ്മയുടെ കിഡ്നി എടുക്കുന്നു, ഈ ഭാര്യയുടെ ഈ പെണ്ണിന്റെ ഭർത്താവിന്റെ കിഡ്നി മാറ്റിവെക്കുന്നു. ഒരു സമയത്ത് 4 സർജറി ഒരേ സമയം ആ ഹോസ്പിറ്റലിൽ നടന്നു. അപ്പൊ ഈ കിഡ്നി മാറ്റിവെക്കാൻ വരെ ചേർച്ച വേണം, ശരീരത്തോടത് പൊരുത്തപ്പെടണം. എല്ലാവരും കിഡ്നിയും എല്ലാവർക്കും ചെയ്യാൻ പറ്റൂല, എല്ലാവർക്കും മാറ്റിവെക്കാൻ പറ്റൂല. പൈസ ഉണ്ടെങ്കിലും കിഡ്നി കിട്ടിക്കൊള്ളണമെന്നില്ല, കിഡ്നി കിട്ടാൻ പ്രയാസമാണ്. അല്ലാഹു എല്ലാവരും രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹുവേ, ഇതുപോലെയുള്ള അസുഖങ്ങൾ നൽകി നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ. രോഗികളായ ആളുകൾക്ക് അല്ലാഹുവേ നീ ശിഫ നൽകണേ അല്ലാഹ്. ഞാൻ പറഞ്ഞു വരുന്നത് 19 വയസ്സുള്ളൊരു പെൺകുട്ടി പരിശുദ്ധമായ റമദാനിലാണ് ഞാൻ കണ്ടത്. ആഴ്ചയിൽ 3 തവണ CH സെന്ററിൽ വന്നിട്ട് 4 മണിക്കൂർ നേരം കിടന്നിട്ട് തന്റെ ശരീരത്തിന്റെ ബാഡായ രക്തങ്ങളെല്ലാം, ഒരു കിഡ്നിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ശരീരത്തിന്റെ രക്തം ശുദ്ധീകരിക്കലാണ്. നമ്മുടെ കിഡ്നിയുടെ പണി എന്താണ്? ശരീരത്തിന്റെ രക്തം ശുദ്ധീകരിക്കലാണ്. അപ്പൊ കിഡ്നി കേടായാൽ പിന്നെ രക്തം ശുദ്ധീകരിക്കാൻ കഴിയില്ല. രക്തം ശുദ്ധീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അസുഖബാധിതരായി മരിച്ചു പോകും. അപ്പൊ ഈ കിഡ്നിയുടെ പണിയാണ് മെഷീൻ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ രക്തം മെഷീൻ വലിച്ചെടുക്കുന്നു, കിഡ്നിയുടെ പണി ഡയാലിസിസ് മെഷീൻ ചെയ്യുന്നു. 4 മണിക്കൂർ നീണ്ട പ്രോസസ്. അതിങ്ങനെ ശുദ്ധീകരിച്ച് തിരിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് കയറ്റുന്നു. 3 ദിവസമാകുമ്പോൾ വീണ്ടും ശരീരത്തിന്റെ രക്തം ബാഡാവുന്നു. കാരണം കിഡ്നി ചെയ്യുന്ന പണി ചെയ്യുന്നില്ല. കിഡ്നി സ്റ്റക്കായിരിക്കാൻ, കിഡ്നിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ കേടായാൽ വണ്ടി നിൽക്കുന്നത് പോലെ മനുഷ്യന്റെ എഞ്ചിനാണ് കിഡ്നി എന്ന് പറയുന്നത്. അത് സ്റ്റക്കായി പോയാൽ മനുഷ്യൻ നിശ്ചലമാവും. ഇപ്പൊ ഒരു ചെലവില്ലാതെയാണ് നമ്മുടെ രക്തത്തെ പ്യൂരിഫൈ ചെയ്യുന്നത്. ഒരു ചെലവില്ല, നമ്മുടെ രക്തത്തെ ഇങ്ങനെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് സ്റ്റക്കായി പോയാൽ ആഴ്ചയിൽ മിനിമം 7500 രൂപയാണ് ചെലവ്. ആഴ്ചയിൽ 7500 രൂപ ചെലവ്. അത് മാത്രമല്ല, 2 ദിവസത്തിൽ 1 ലിറ്റർ വെള്ളമല്ലാതെ കുടിക്കാൻ കഴിയില്ല. 2 ദിവസത്തിൽ 1 ലിറ്റർ വെള്ളം. 1 ലിറ്റർ വെള്ളം എന്ന് പറയുമ്പോൾ അതിൽ ചായ പെട്ടു, അതിൽ ജ്യൂസ് പെട്ടു, അതിൽ ഭക്ഷണത്തിന്റെ കൂടെ ഉപയോഗിക്കുന്ന കറി അടക്കം പെട്ടു. 1 ലിറ്റർ വെള്ളം എന്ന് പറയുന്നത് മനുഷ്യന്റെ അവസ്ഥയാണ്. നിസ്സഹായരാണ് നമ്മൾ, വെരി വീക്കാണ്, ബലഹീനരാണ്. നമ്മൾക്ക് നമ്മളെ മനസ്സിലാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കോവിഡ് വന്നപ്പോഴാണ് ഓക്സിജന്റെ വാല്യൂ നമ്മൾ തിരിച്ചറിഞ്ഞത്. 1 രൂപയില്ലാതെയാണ് ഈ ശ്വാസം നമ്മളിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നത്. 1 രൂപയില്ലാതെ. കോവിഡ് വന്നപ്പോ ലക്ഷങ്ങളാണ് ഹോസ്പിറ്റലിൽ വെറും ഓക്സിജന് വേണ്ടി നമ്മൾ ചെലവഴിച്ചത്. എത്ര നിസ്സഹായരാണ്, എത്ര ബലഹീനരാണ്. എന്നിട്ടും നമ്മൾ അല്ലാഹുവിനെ തിരിച്ചറിയുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? അല്ലാഹുവിനെ നമ്മൾ നന്ദി ചെയ്യുന്നുണ്ടോ? ഒരാൾ കിഡ്നി രോഗിയായാൽ അയാൾക്ക് അനുയോജ്യമായ കിഡ്നി ലഭിച്ചില്ല എങ്കിൽ മരിക്കുന്നത് വരെ അയാൾ ഹോസ്പിറ്റലിൽ പോയി ഓരോ ആഴ്ചയും 7500 രൂപ, 2 ആഴ്ചയാകുമ്പോൾ 15000 രൂപ, 1 മാസത്തിൽ 30000 രൂപ. വെറും കിഡ്നി ശുദ്ധീകരിക്കാൻ മാത്രം, രക്തം ശുദ്ധീകരിക്കാൻ മാത്രം 1 മാസത്തിൽ 30000 രൂപ. ആ വീട്ടുകാർക്ക് പിന്നെ സന്തോഷമുണ്ടോ? ആ വീട്ടുകാർക്ക് പെരുന്നാളുണ്ടോ? ആ വീട്ടുകാർക്ക് പിന്നെ കല്യാണ ആഘോഷങ്ങളുണ്ടോ? ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടോ? നമ്മൾക്ക് വെറും ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടി മാത്രം ലക്ഷങ്ങൾ പൊടിപിടിക്കുന്നവരാണ് നമ്മൾ.